ഉണ്ടാക്കിയത്. വളരെ താഴ്മയോടെ പറയാം, ഇന്നലെ മാർച്ച് 20-ാം തീയതിയാണ്. ഇന്നലെ 2024 മാർച്ച് 20-ാം തീയതി ഇന്നലെയും കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഇഫ്താർ മീറ്റ്, ആ മീറ്റിന്റെ പ്രധാനപ്പെട്ട അതിന്റെ കൈകാര്യകർത്താക്കൾ ബഹുമാനപ്പെട്ട സാദാത്യങ്ങളാണ് എന്ന കാര്യത്തിൽ വേദനയാണ്. ഇവരുടെ അടിയാധാരം വാങ്ങി നോക്കിയാൽ ആ അടിയാധാരത്തിൽ എഴുതിയത് തങ്ങന്മാർ എന്നൊരു കൂട്ടര് തന്നെ ഇപ്പോൾ ഇല്ല. അവർ കർബലയിൽ തീർന്നിട്ടുണ്ടെന്ന ഇവരുടെ ഈ KNMന്റെ അടിയാധാരത്തിൽ എഴുതിയത്. പ്രശ്നവും പ്രയാസമൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു പൊതുരംഗത്ത് ഒരു പൊതു കമ്മിറ്റി വിളിച്ചിട്ട് എല്ലാവരും കൂടിയാൽ അതൊരു തെറ്റല്ല. അതിനെയും വിമർശിച്ചവർ ആലിമ്യങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. പോട്ടെ, അത് തെറ്റല്ല. അതുകൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നമ്മൾ നടപ്പിലാക്കിയ കാര്യമാണ്. പക്ഷേ ഈ കാട്ടിക്കൂട്ടുന്ന രീതി മലബാറിനെ ദീനിനെ പൊളിച്ചു കളയുകയും അതിന് നിങ്ങൾ ഉത്തരവാദികളാവുകയും ചെയ്യും എന്ന് വളരെ വേദനയോട് പറയാണ്. പറഞ്ഞു വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞതാണ്, ഞാനത് ഉദ്ദേശിക്കാൻ ആളല്ല. പക്ഷെ പറയൂല എന്നൊന്നും വിചാരിക്കന്നെ വേണ്ട. പറയേണ്ട പണി പറയും. ദീൻ പഠിച്ചവർ പറയണം. ഞാൻ വലിയ ആലിമല്ല, പക്ഷേ സുന്നി എന്താണ് വഹാബി എന്താണ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, ഇവരിത്തരം മഹാന്മാരാണെങ്കിൽ എന്തിനെ ഇവരെ വേലിപ്പുറത്ത് നിർത്തിയത് 100 കൊല്ലം? വലിത്തരം തമ്മ് കൂട്ടാവുന്ന ഓരോ സദ്യക്കൊക്കെ നമ്മൾ പോകാവുന്ന, അവരുടെ ഇഫ്താർ മീറ്റിനൊക്കെ നമ്മൾ പോകാവുന്ന കൂട്ടരാണെങ്കിൽ ഈ പണി എന്തിനാണ് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പണി സമസ്ത എടുത്തത് 100 കൊല്ലം? അതിന് മറുപടി അറിയും. ഒന്നും വിചാരിക്കരുത്, വേദനയോടുകൂടെ പറഞ്ഞത്. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇതെന്തേ പറഞ്ഞത്, ഇങ്ങനെ ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പൊതുസമൂഹത്തിൽ വന്നത് പൊതുസമൂഹം തന്നെ മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇത്തരം സംഗതികൾ നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തും. അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊക്കെ നഷ്ടം വരും. നിങ്ങൾക്ക് വില നഷ്ടപ്പെടാൻ പാടില്ല.